ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടും അപ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റഫ്ഡ് പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ പൊറോട്ടയൊന്നും പ്രതീക്ഷിച്ചേക്കില്ലേ. ഞാനിതൊരു ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ മദേഴ്സിൻ്റെ ആട്ടയാട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ 2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, പച്ചവെള്ളമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ പൊറോട്ടയുടെ ചപ്പാത്തിയുടെ ഉള്ളിലേക്കുള്ള സ്റ്റഫിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ചെറിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തേക്കണം. തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസിലുള്ളത്. അപ്പോൾ അതിൻ്റെ കുരുവിൻ്റെ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടിട്ടാണ് അത് അവോയ്ഡ് ചെയ്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മയനൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയനൈസ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ സ്പൈസി ഒന്നും ചേർക്കാനില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കളറിന് വ്യത്യാസം ഉണ്ടാവും. ഒരു സ്പൈസി ഇഷ്ടമായിട്ടുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനത് ഇവിടെ മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ മല്ലിയിലൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ ഒരു സമയത്ത് ചപ്പാത്തിയുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കുഴച്ച് വെക്കുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് പുറമേ തൂത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ബോൾസ് അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് ഞാനിതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ പരത്തിയെടുക്കുന്നത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കും പോലെ ചപ്പാത്തിനേക്കാളും ഒരല്പം കൂടി കട്ടിയുണ്ട്. ഭയങ്കര കട്ടിയല്ല കേട്ടോ, ചെറിയൊരു തിക്നെസ് കൂടുതൽ, അത്രയേ ഉള്ളൂ. ആ ഒരു ലെവലിൽ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഈ ചപ്പാത്തി അതിലേക്ക് ഇടുക. ചപ്പാത്തി ഒരു പാതി വേവാവുന്നവരെ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കളറ് ഫുള്ളായിട്ടൊന്നും മാറില്ലേ, ആ ഒരു സമയത്ത് നമുക്കതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു മുട്ടയിൽ ആവശ്യത്തിന് ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി മറിച്ചിട്ടപ്പോൾ ആ ഒരു സൈഡിലും കൂടെ ഞാൻ നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ മുട്ടയുടെ മിക്സ്ചർ ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് ഉടനെ തന്നെ മറിക്കരുത്. അതൊന്ന് പാതി വെന്ത് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എല്ലായിടത്തേക്കും ആവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ആ പാനൊന്ന് ചുറ്റിച്ച് കൊടുത്താലും മതിയാവും. ഇപ്പോൾ മുട്ടയൊക്കെ ഒന്ന് പാതി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് അതൊന്ന് മറിച്ച് കൊടുക്കണം. മറിച്ചിട്ട് ബാക്ക് സൈഡിലും അതുപോലെ തന്നെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നെയ്യ് പുരട്ടിയ വശം ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തേക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ആ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫില്ലിങ് റെഡിയായി. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ അതിലേക്ക് ഒരല്പം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. ഫില്ലിങ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല, സവാളയും തക്കാളിയൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഞാനിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണത്തിൽ പകുതി വെച്ചിട്ട് പകുതിയായിട്ട് മടക്കിയെടുക്കുക. ഇപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനാണെങ്കിലും ഒരു ഒതുക്കം ഉണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടോ പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്യാം. പിള്ളേരാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.